വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് 24-ന് കൊല്ലം ജില്ലയിൽ സ്വീകരണം നൽകും. ജനുവരി 13-ന് ആരംഭിച്ച ജാഥ 27-ന് സമാപിക്കും. ഭാരവാഹികൾ കുണ്ടറയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് 24-ന് കൊട്ടാരക്കര, പുത്തൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര വ്യവസായ സമിതി ഈ ജാഥ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്, പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്ന് ഈ 18% GST, അധിക GST ഒരു വ്യാപാരിയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം നിലവിൽ വരികയുണ്ടായി. അതിനെ പൂർണ്ണമായിട്ടും പിൻവലിക്കുക. ഇപ്പോൾ കുറേ സമരങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അതിൽ കുറേ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ആ ഇളവുകൾ മാത്രം പോരാ, ഇത് വലിയ രീതിയിൽ മുഴുവനായിട്ട് പിൻവലിക്കുക എന്നൊരു വലിയ മുദ്രാവാക്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ വളരെ വ്യത്യസ്തമായ ചില മുദ്രാവാക്യങ്ങളും, വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ഫലപ്രദമായ നിയമനിർമ്മാണം നടത്തുക എന്ന വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ജാഥ പാർലമെൻറ്റിലേക്ക് ഉള്ള മാർച്ച്, അതായത് ഫെബ്രുവരി 13-ാം തീയതി പാർലമെൻറ്റിലേക്ക് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചിൽ അവസാനിക്കുന്ന രീതിയിൽ അതുവരെ ചർച്ചകളിലൂടെയും ഉണ്ടാകുന്ന ഒരു മുന്നേറ്റത്തിലൂടെയും തുടരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ സ്വീകരണം 24-നാണ്. വ്യാപാര രംഗത്ത് കുത്തകകൾ മാത്രം നിലനിന്നാൽ മതിയെന്ന കേന്ദ്ര നയം തിരുത്തുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുന്നത്. അതുപോലെ വികസന ആവശ്യങ്ങൾക്കായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുക. അതൊരു പ്രധാനപ്പെട്ട മുദ്രമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരികളെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. വികസനത്തിന് നമ്മൾ എതിരല്ല, വികസനം നാടിന് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് യാതൊരു തര സുരക്ഷിതത്വവും നൽകാത്ത രീതിയിലാണ് ഹൈവേ അതോറിറ്റി ഇപ്പോഴും ഈ നമ്മുടെ ദേശീയ ഹൈവേ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കൊട്ടിയം, കൊല്ലം മേഖലയിലൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതിരൂക്ഷമായ പൊടിശല്യമാണ്. യാതൊരു വിധമായ പ്രിക്കോഷൻസും ആ കാര്യത്തിൽ ഈ ഹൈവേ വികസന സമിതി എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വഴിയോര വാണിഭം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ലൈസൻസ് എടുത്ത് നികുതി അടച്ച് GST അടച്ച് പ്രവർത്തിക്കുന്ന ഒരു കടയുടെ മുമ്പിൽ ഒരു വണ്ടിയും കൊണ്ടുവച്ച് കച്ചവടം ചെയ്യുകയാണ്. നമ്മൾ വഴിയോര കച്ചവടത്തിനെതിരല്ല, കാരണം എല്ലാവരും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ വഴിയോര കച്ചവടം ഇന്നൊരു വൻ ബിസിനസ്സായിട്ട് മാറി. കാരണം ഒരു മുതലാളി ഒരു 10-25 വണ്ടി എടുക്കുക, കുറച്ച് പേരെ ജോലിക്ക് വെക്കുക. നമ്മൾ വിചാരിക്കും, ഒരാൾ വണ്ടി കൊണ്ട് അയാൾക്കുള്ള ജീവൽ പ്രശ്നമല്ലേ? സത്യത്തിൽ അതല്ല പ്രശ്നം. ഇത് അവര് വൈകുന്നേരം വന്ന് കളക്ഷൻ എടുക്കുന്ന സമ്പ്രദായമാണ്. നമ്മൾ ഒരു തുണിക്കട ഉണ്ടെങ്കിൽ തുണിക്കടയുടെ മുമ്പിലാണ് കൊണ്ടുവച്ച്, അതും വളരെ അധികാരഗർഭോടെയാണ് ചെരുപ്പ് കടയുടെ മുമ്പിൽ ചെരുപ്പ് കച്ചവടം ചെയ്യുക. അപ്പം ഇത് നമ്മൾ വ്യാപാരി വ്യവസായ സമിതി പറയുന്നത് അതിന് നിശ്ചിതമായ ഒരു മാനദണ്ഡം ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക സോൺ അനുവദിക്കുക, ആ സോണിൽ വഴിയോര കച്ചവടം നടത്തുക. വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ES ബിജുവാണ് ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ് വൈസ് ക്യാപ്റ്റനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദിനേശ് മാനേജരുമാണ്. KM ലെനിൻ, V പാപ്പച്ചൻ, MB അബ്ദുൽ ഗഫൂർ, മിൽട്ടൺ J തലക്കോട്ടൂർ, R രാധാകൃഷ്ണൻ, സീനത്ത് ഇസ്മയിൽ എന്നിവരാണ് ജാഥ അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.